അടുത്തതായി ഹനീഫ മാസ്റ്റർ. ഈ ചടങ്ങിൻ്റെ അധ്യക്ഷൻ, അതേപോലെ വേദിയിലിരിക്കുന്ന പ്രിയപ്പെട്ട ഹെഡ്മാസ്റ്റർമാര്, സഹപ്രവർത്തകർ, അതുപോലെ ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ച പ്രിയമുള്ള കുട്ടികളെ നല്ല ഫ്രണ്ട്സ് എന്ന് വിളിക്കാൻ നന്നാവുക അല്ലേ? എല്ലാവരും മൊബൈലിലാണ്. നേരത്തെ ഇവിടെ സംസാരിച്ചതുപോലെ അത് ഇവിടെയല്ല, എല്ലായിടത്തും അങ്ങനെ തന്നെയാണ്. നമ്മുടെ ചെവികളിലൂടെ കേൾക്കുമ്പോൾ തന്നെ നമ്മൾ മറ്റേതൊക്കെയോ ലോകത്ത് കൂടെ അങ്ങനെ യാത്ര ചെയ്ത് പോയിക്കൊണ്ടിരിക്കുക. എന്നാൽ ഇതെല്ലാം കേൾക്കണമുണ്ട്. നിങ്ങളൊരു കാര്യം ഓർമ്മിക്കുക, എൻ്റെ പ്രിയമുള്ള ഇതിൻ്റെ സംഘാടകർക്ക് അഭിമാനിക്കാവുന്ന വലിയൊരു കാര്യമുണ്ട്. എന്താണാവോ? ഇത്രയധികം ഹെഡ്മാസ്റ്റർമാരെ പങ്കെടുത്തിട്ടുള്ള ഏതാണ്ട് എല്ലാ ഗെറ്റ് ടുഗദറിലും ഇവിടെ സെസിലി ടീച്ചർ സൂചിപ്പിച്ചതുപോലെ ഈ വിനീതൻ വരാറുണ്ട്. പക്ഷെ ഇവിടെ മേനോ മാഷ് വരുന്നത് ദുബായിൽ നിന്നാണ്, എൽസി ടീച്ചർ വരുന്നത് ഏതാണ്ട് പെരുമ്പാവൂരിൽ നിന്നാണ് വരുന്നത്. മജീദ് മാഷ് കണ്ടില്ലേ? മജീദ് മാഷ് എന്നും ഇവർ ഈ 2-3 പേരെന്ന്, വിജയശങ്കരൻ മാഷ്, ഞങ്ങളൊക്കെ ഇവിടെ അടുത്തുള്ളവരാ. അതാ ടീച്ചർ ദുബായിൽ നിന്നും പെരുമ്പാവൂരിൽ നിന്നും എല്ലാ പ്രയാസങ്ങളും മാറ്റിവെച്ച് നിങ്ങളുടെ ഈ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിരിക്കുകയാണ്. ഇതിലേ കൂടുതലൊന്നും സംസാരിച്ച് ഒരു പ്രയാസം ഉണ്ടാക്കില്ല, 1-2 നാടൻ വർത്താനം മാത്രം. നിങ്ങൾ സന്തോഷിക്കുന്നത് പോലെ ഞങ്ങളും സന്തോഷിക്കുന്നുണ്ട്. കാരണം മേനോ മാഷും എൽസി ടീച്ചറും മജീദ് മാഷും ഇവിടെ ഇരിക്കുമ്പോൾ, അവരുടെ കൂടെ നിൽക്കുമ്പോൾ അവർ പഠിപ്പിച്ച ആ കാലഘട്ടത്തിലേക്ക് ചെറിയൊരെത്തി നോട്ടം ഞങ്ങൾക്കും. അതുപോലെ ഇവിടെ സൂണം മാഷ് അടക്കമുള്ള ഹെഡ്മാഷന്മാർ, സരസ്വതി ടീച്ചർ, ക്ലമന്റ് മാഷ്, ഇവരൊക്കെ ഇരിക്കുമ്പോൾ 10-30 വർഷം അവരുടെ കൂടെ, അവരുടെ പുറകിൽ ആണ് എന്നെപ്പോലുള്ളൊരു മുന്നോട്ട് പോയിട്ടുള്ളത്. അപ്പം എനിക്ക് പറയാനുള്ളത്, എല്ലാ മുഖത്തേക്കും നോക്കിക്കൊണ്ട് പറയാനുള്ളത്, ഇവിടെ ഈ പരിപാടിക്ക് ക്ഷണിച്ച നിങ്ങൾ ആരും ചില്ലറക്കാരല്ല. ഞാൻ ഫ്രണ്ട്സ് എന്ന് പറയാനുള്ള കാരണം, ഇവിടെ ക്ലമന്റ് മാഷ് സൂചിപ്പിച്ചതുപോലെ ഗവൺമെന്റ് ഉപദേഷ്ടാക്കൾ ഈ കൂട്ടത്തിലുണ്ട്, ഹെഡ്മാസ്റ്റർമാർ ഇവിടെ ഉണ്ട്, ഡോക്ടർമാരുണ്ട്, അതുപോലെ മുഴുവൻ സമയം മുനീറിനെ പോലുള്ള ചാനൽ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ മുഴുവൻ. കുഞ്ഞാനൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്. ഇന്ന് ഞായറാഴ്ചയാണ്. പിടിച്ചിരുത്തിയതുപോലെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും തിരക്കുള്ള എൻ്റെ പ്രിയമുള്ള കുട്ടികളെ, ഒറ്റ വാക്ക് നിങ്ങളോട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, ഒരു ദിവസം മേലാറ്റൂർ സ്കൂളിലേക്ക് തനിച്ച് നിങ്ങളൊന്ന് വരണം. ആരെയും കൂട്ടരുത്. തനിച്ച് നിങ്ങൾ വന്ന് ഇവിടെ ഇതുവഴിയൊക്കെ ഒന്നിങ്ങനെ ചുറ്റിങ്ങനെ പോകുമ്പോൾ ആരൊക്കെയോ നിങ്ങളുടെ കൂടെ, ഇന്നുള്ള ഇതൊന്നും അല്ലല്ലോ, നിങ്ങളുടെ കൂടെ ആരൊക്കെയോ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. ചില ചെറിയ വർത്തമാനങ്ങളും ചില രഹസ്യ സംഭാഷണങ്ങളും എല്ലാം ഇവിടെ ഈ കോണുകളിൽ നിന്ന് നിങ്ങളോട് പറയാനുണ്ടാവും. ഇവിടുത്തെ നമ്മുടെ ബഹുമാനപ്പെട്ട കേട്ടിയൊക്കെ ഉണ്ട് ഇവിടെ, പുതിയ നമ്മുടെ ഹെഡ്മാസ്റ്റർ. അപ്പോൾ ആ നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്നുള്ള ആ വലിയ ആ ചെറിയ ഓർമ്മകളുണ്ടല്ലോ, അത് സൂക്ഷിക്കുവാനാവട്ടെ ഈ കൂട്ടായ്മ. ഇപ്പം ഞാൻ വലിയ വിദ്യാഭ്യാസമൊന്നുള്ള ആളല്ല, എങ്കിലും ഇവിടേക്ക് നിങ്ങൾ ഇതുവഴി യാത്ര ചെയ്തു പോകുമ്പോൾ നിങ്ങളുടെ മുഖം നിങ്ങളറിയാതെ മെല്ലെ ഇങ്ങോട്ട് തിരിയും. തിരിയും. ആ മുഖത്ത് നിങ്ങളുടെ കൂട്ടുകാരെ കാണുമ്പോൾ നിങ്ങളുടെ ക്ലാസ് ടീച്ചർ ആ കൂട്ടത്തിൽ നിങ്ങളുടെ മുൻപിലേക്ക് തിരിച്ചു വരും. നിങ്ങളുടെ കുട്ടികളെ ഇവിടെ വന്ന് ചേർക്കുമ്പോൾ ഞാൻ ആയിരുന്നു ഇതുവഴി, വലിയ വേഷവും ഡ്രസ്സും ഒന്നും അന്നില്ലായിരുന്നു. ഇന്ന് എൻ്റെ കയ്യിൽ എല്ലാം ഉണ്ട്, പക്ഷെ ഇല്ല, എൻ്റെ കൂട്ടുകാരൻ കൂടെയില്ല. ഞാൻ സുൽഫിയോട് ചോദിച്ചു, പലരും നിങ്ങളിൽ നിന്ന് എന്നേക്കുമായി പോയവരുണ്ട് അല്ലേ? അവരെല്ലാം ഓർമ്മിക്കുക. നീട്ടി പരത്തി പറയുന്നില്ല. വളരെ സന്തോഷം നിങ്ങൾ ക്ഷണിച്ചതിന്, ഒരുപാട് സന്തോഷം. ഞാൻ ഈ വിനീതൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളിപ്പോൾ കാണുന്നത് പോലെ അന്ന് 30 വർഷങ്ങൾക്ക്, എത്ര വർഷം? 30 വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങൾ കണ്ട അധ്യാപകരുടെയാണ് ഈ കാണുന്നത്. സരസ്വതി ടീച്ചറായാലും ക്ലമന്റ് മാഷായാലും സൂണം മാഷ് എന്നും കുട്ടി തന്നെയാണ് കേട്ടോ. മാറ്റങ്ങൾ വന്നിട്ടുണ്ടാവും. ഞങ്ങൾക്ക് കണ്ണുകൾക്ക് പഴയതുപോലുള്ള കാഴ്ചകൾ കുറവാണ്. മനസ്സെത്തുന്നിടത്തേക്ക് ശരീരത്താനുള്ള പ്രയാസം. പക്ഷേ
നിങ്ങൾ അവിടേക്ക് എത്തുന്നേ ഉള്ളൂ. നിങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാവരും ഇപ്പോൾ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ, ആ ജീവിതത്തിൻ്റെ ജൈത്രയാത്രയിൽ നിങ്ങളുടെ കൂട്ടുകാരെയും കൂടെ, നിങ്ങളോളം എത്താത്ത നിങ്ങളുടെ കൂട്ടുകാരെയും കൂടെയും ചേർത്ത് പിടിച്ച് അവരെയും കൂടെ എന്തൊക്കെയാണ് സുൽഫി വർത്തമാനം എന്ന് ഞാൻ ചോദിക്കുമ്പോൾ സുൽഫി അറിയാൻ സുഖാണ് മാഷേ, ഒന്നും കൂടി ചെന്നിട്ട് എന്താ സുൽഫി വിശേഷങ്ങളെന്ന് ചോദിക്കുമ്പോൾ നീണ്ട പ്രയാസങ്ങളുടെ നീണ്ടൊരു നിര ഒരു പക്ഷേ നിങ്ങളുടെ കൂട്ടുകാർ നിങ്ങളുടെ മുൻപിൽ വെക്കാം. അവരെയും കൂടെ ചേർത്ത് പിടിച്ച് സ്നേഹപൂർവം ഈ കൂട്ടായ്മ മറ്റുള്ളവർക്കൊരു വിഷമം കൂടി ആവാതിരിക്കുവാനും, ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവും, മറ്റുള്ളവർക്ക് ഒരു പ്രയാസം കൂടി വരാത്ത രീതിയിൽ സ്നേഹത്തോടു കൂടി മുന്നോട്ട് പോകാൻ എൻ്റെ പ്രിയമുള്ള കുട്ടികൾക്ക് കഴിയട്ടെ ആവട്ടെ എന്ന് പറഞ്ഞുകൊണ്ടും സുൽഫി ഇവിടെ പോൾ വാൾട്ട് ചാടിയിരുന്നു. എൻ്റെ കുട്ടികൾക്ക് അറിയോ, ഇന്ന് ഫൈബർ ഫോളൊക്കെ ഉണ്ട്. ഫൈബർ പോളിൻ്റെ ഒക്കെ സഹായത്തോടു കൂടി 2, 3, 4 മീറ്ററൊക്കെ ദൂരം കാണുന്നവരുണ്ട്. അന്ന് സുൽഫി മുളയുടെ ഒരു പോൾ ഉപയോഗിച്ചുകൊണ്ട് 2 മീറ്ററിന് മുകളിൽ ഹൈറ്റ് ചാടിയിരുന്നു. ആ സുൽഫിയാണ് ഇപ്പം ഇരിക്കുന്നത്. ഇപ്പോൾ സുൽഫീനെ കൂടി 2 മീറ്റർ ചാടണമെന്ന് പറഞ്ഞാൽ നടക്കുമോ? പ്രയാസം ഉണ്ടാവും. ജയേഷ് മാഷ് ഇവിടെ ഉണ്ടല്ലോ, ഒരു സഞ്ചിയും തൂക്കി പിടിച്ച് ഒരൊറ്റ വരവാ സ്കൂൾ ഇവിടെ ഉണ്ടല്ലോ ഗവൺമെൻറ്റിൻ്റെ. അതുപോലെ ഡോക്ടർ ഇവിടെ ഉണ്ടല്ലോ. ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും എൻ്റെ പ്രിയപ്പെട്ട കുട്ടികൾ മറ്റുള്ളവർക്ക് താങ്ങും തണലും ഉപദേശവും നിങ്ങളുടെ കുട്ടികളെ ഈ പുതിയ ഈ സംവിധാനത്തിൻ്റെ എന്ന് പറയുമ്പോൾ, പുതിയ സംവിധാനം എന്ന് പറയുമ്പോൾ ആധുനിക ലോകത്തേക്ക് പോകുമ്പോൾ ഒരു നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ട് നിങ്ങളുടെ കുട്ടികളെ സമൂഹത്തിൻ്റെ ഭാഗവത്താക്കി മാറ്റുവാനും നിങ്ങളിൽ കുറവുള്ളവരെ ചേർത്ത് പിടിക്കുവാനും ഈ പ്രിയപ്പെട്ട കൂട്ടായ്മക്ക് കഴിയട്ടെ. ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി ആരിഫ ടീച്ചർ. സ്റ്റേജിലിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, സഹാധ്യാപകരെ, സ്നേഹമുള്ള കുട്ടികളെ, ഈ കൂട്ടായ്മയിൽ കൂടാൻ പറ്റിയതിൽ സന്തോഷമുണ്ട്. നിങ്ങളുടെ ഈ കൂട്ടായ്മയ്ക്ക് എല്ലാവിധ നന്മകളും നേരുന്നു. ഇതുകൊണ്ട് ഒരുപാട് നല്ല കാര്യങ്ങൾ നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. പല ഇതിലായിട്ട് വർക്ക് ചെയ്യണവരുണ്ട്. ഇപ്പോൾ ഒരാളിപ്പോൾ ഞാനിപ്പോൾ പരിചയപ്പെട്ടു, ഇപ്പോൾ വില്ലേജിൽ അങ്ങനെ സ്കൂളുകളിൽ. അപ്പം നിങ്ങളുടെ ഗ്രൂപ്പിൽ തന്നെ പല സംശയങ്ങളും നിങ്ങൾക്ക് അകറ്റാൻ പറ്റുന്ന ആൾക്കാരുണ്ട്. പിന്നെ ഫസൽ ഡോക്ടർ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ ഗ്രൂപ്പിലൂടെ തന്നെ വന്ന് ഈ ഒരു കൂട്ടായ്മ കൊണ്ടുണ്ടായതാണ് അതൊക്കെ. അപ്പം എല്ലാവർക്കും നന്മകൾ നേരുന്നു. അടുത്തതായി ദുർഗ ടീച്ചർ. എന്നെ ഞാനാക്കിയ RMHS അതിന് സഹായിച്ചു തന്ന എൻ്റെ അധ്യാപകർ മേനോ മാഷ്, എൽസി ടീച്ചർ, അതേപോലെ എൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള ടീച്ചേഴ്സ്, ഇവിടെ ഇരിക്കുന്ന എൻ്റെ മക്കളെ, ഇവിടെ വന്ന് നിൽക്കുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട്. നിങ്ങൾ ഞങ്ങളെ ഓർത്തുവല്ലോ. സുൽഫി വിളിക്കാൻ വന്ന സമയത്ത് രാത്രിയാണ് വന്നത്. അപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി വിളിച്ചപ്പോൾ. അതുകൊണ്ട് തന്നെ ഇന്നിവിടെ എത്തുകയും ചെയ്തു. ഞാൻ അധികം നീട്ടി സംസാരിക്കുന്നില്ല. എല്ലാവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി ദേവി ടീച്ചർ. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, എല്ലാവരും പ്രസംഗങ്ങളൊക്കെ കേട്ട് ഒരുവിധം ബോറടിച്ചിരിക്കാവോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അധികമൊന്നും സംസാരിക്കുന്നില്ല. നിങ്ങൾ ഈ കൂട്ടായ്മയ്ക്ക് വിളിച്ചതിന്, ഞങ്ങളെ ഓർമ്മിച്ച് വിളിച്ചതിന് വളരെയധികം സന്തോഷം, നന്ദിയുണ്ട്. വളരെ 1-2 കാര്യങ്ങൾ എനിക്ക് പറയാനുള്ളൂ. എല്ലാവരും ജീവിതത്തിൻ്റെ പല മേഖലകളിലും പല തിരക്കിലും ആയിരിക്കും. ഇപ്പം കാണുന്ന പോലെ നിങ്ങൾക്ക് ആർക്കും തമ്മിൽ കാണാനോ ബന്ധപ്പെടാനോ ഒന്നും കഴിയുന്നുണ്ടാവില്ല. എനിക്കുള്ള ഒരു അഭ്യർത്ഥന എന്താ വെച്ചാൽ, നിങ്ങൾ എല്ലാവരും കഴിയണത്ര സൗഹൃദങ്ങൾ നിലനിർത്തുക. കാരണം നമ്മളെല്ലാവരും എന്നും ഈ ലോകത്ത് ഉണ്ടാവില്ല. അപ്പോൾ ഉള്ള കാലം എന്ത് തന്നെ തിരക്കാണെങ്കിലും നമ്മുടെ സഹപാഠികളും നമ്മുടെ സുഹൃത്തുക്കളും ആയിട്ടുള്ള ബന്ധങ്ങൾ, ഇപ്പോൾ എല്ലാ സൗകര്യമുണ്ട്. പൈസ ചിലവാക്കി വിളിക്കാൻ സൗകര്യമുണ്ട്, പൈസ ചിലവാക്കാതെ വിളിക്കാൻ സൗകര്യമുണ്ട്, പൈസ ചിലവാക്കാനില്ലാത്തവർക്ക് അങ്ങനെ ഫ്രീ ആയിട്ട് വിളിക്കാനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ ഈ സൗഹൃദത്തിൻ്റെ വില മനസ്സിലാക്കി എല്ലാവരും സൗഹൃദം നിലനിർത്തുക. എന്ത് തിരക്കാണെങ്കിലും
സൗഹൃദത്തിൻ്റെ അത്ര വില വേറെ ഒന്നിനും കിട്ടാൻ പറ്റില്ല. നമ്മളെല്ലാവരും പല നിലയിൽ പല അവസ്ഥകളിലും ജീവിക്കണവരായിരിക്കും. എന്തു തന്നെയായാലും സൗഹൃദത്തിനൊരു വലിയ വിലയുണ്ട്. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ആളാണ്. ഞാൻ 58 കൊല്ലം 56 കൊല്ലവും മുമ്പേയൊക്കെ 10ാം ക്ലാസ്സും പ്രീ ഡിഗ്രിയൊക്കെ കഴിഞ്ഞ് ഇപ്പോഴാണ് അടുത്ത കാലത്താണ് അന്ന് കൂടെ പഠിച്ച ചില സുഹൃത്തുക്കളെ ഞങ്ങൾക്ക് ബന്ധപ്പെടാൻ പറ്റിയത്. അന്നത്തെ കാലത്ത് ഫോണില്ല, വിളിക്കാൻ നിവർത്തില്ല, പോയി കാണാൻ നിവർത്തില്ല, ഇതുപോലെയുള്ള കൂട്ടായ്മകളില്ല. അതിൻ്റെയൊക്കെ വിഷമം ഞങ്ങൾ നല്ലോണം അനുഭവിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ഫോണുള്ളത് കൊണ്ട് തന്നെ കുറേ എവിടുന്നൊക്കെയോ തപ്പിപ്പിടിച്ച് കുറച്ച് സൗഹൃദങ്ങളൊക്കെ പുതുക്കാനും അവരെ ബന്ധപ്പെടാനും കഴിയുന്നുണ്ട്. വിളിക്കുമ്പോൾ അത്ഭുതമാണ് എല്ലാവർക്കും. എങ്ങനെ ബന്ധപ്പെടാൻ നമ്പർ കിട്ടി, എങ്ങനെ വിളിച്ചു, അതിശയം. ഇന്നലെ പോലും ഞാൻ 10ാം ക്ലാസ് പഠിച്ചൊരു ഫ്രണ്ടിനെ വിളിച്ചു. ഭയങ്കര അത്ഭുതമായി അവർക്ക്. 56 കൊല്ലം മുമ്പ് പ്രീ ഡിഗ്രിക്ക് പഠിച്ച് പിന്നെ ഒരു ബന്ധമില്ലാത്ത ഒരു ക്ലാസ്മേറ്റിനെ ഒരു 2 ആഴ്ച മുമ്പേ കിട്ടി. വിളിച്ചപ്പോൾ അവർക്കും സന്തോഷമായി. എത്ര പറഞ്ഞാലും നമുക്ക് സ്കൂൾ ബന്ധങ്ങളും കോളേജ് ബന്ധങ്ങളും പറഞ്ഞാൽ കഴിയില്ല. ഇന്നലെ പോലും ഞങ്ങളതിനെപ്പറ്റി ചർച്ച ചെയ്തു. അപ്പോൾ ഇതൊരു ഭയങ്കര വിലയുള്ളൊരു ഇതാണ്. അത് നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കണം. ഏത് നിലയിലെത്തിയാലും ചിലർ വലിയ നിലയിലായിരിക്കും, ചിലർ ചെറിയ നിലയിലായിരിക്കും, പലർക്കും പല ജീവിത സാഹചര്യങ്ങളായിരിക്കും. എന്തു തന്നെയായാലും നമ്മൾ സൗഹൃദം നിലനിർത്താൻ പരമാവധി ശ്രമിക്കുക എന്നുള്ളൊരു അഭ്യർത്ഥന മാത്രമേ എനിക്കുള്ളൂ. ഈ മൊബൈല് അതിനു വേണ്ടി ഉപയോഗിക്കുക. പിന്നെ അറിവ് നമുക്കിഷ്ടം പോലെ കിട്ടും മൊബൈലിൽ നിന്ന്. പിന്നെ നിങ്ങൾ വിദ്യാലയത്തിൻ്റെ കാര്യം, മാതൃവിദ്യാലയം എന്ന് പറഞ്ഞാൽ അത് വലിയൊരു സ്ഥാപനമാണ്. എൻ്റെ ചെറിയൊരു അനുഭവം പറയാം. 2 ആഴ്ച മുമ്പ് ഞാൻ ഇപ്പോൾ വന്നിട്ട് കഴിഞ്ഞ 28-ാം തീയതി വന്നിട്ടുള്ളൂ. 2 ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ നാട്ടിൽ കൂടെ പോയി. ഞാൻ 1ാം ക്ലാസ് മുതലൊക്കെ 7ാം ക്ലാസ് വരെ പഠിച്ച സ്കൂളിൽ വിദ്യാലയത്തിൻ്റെ ഞാൻ അതിന് വേണ്ടി പോയി. കൂടെ മകനാണ് ഉണ്ടായിരുന്നത്. മകനോട് ഞാൻ പറഞ്ഞു, ഞങ്ങൾക്കതിൽ പോകേണ്ട ആവശ്യമില്ല. ഞാൻ പറഞ്ഞു, എനിക്ക് എൻ്റെ സ്കൂളൊന്ന് കണ്ടേ പറ്റൂ, നീ എന്നെ കൊണ്ട് കാണിച്ചു തരണം എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ സ്കൂളിൽ പോയി. സ്കൂളിന് അറിയണവരാരും ഇല്ല. അവിടെ 1-2 ടീച്ചേഴ്സിനെ പരിചയമുണ്ട്. സ്കൂളിൽ കയറിപ്പോയി. അവരെ സ്കൂളൊക്കെ കാണിച്ചു തന്നു. സ്കൂളിന് വന്ന മാറ്റങ്ങളൊക്കെ കാണിച്ചു തന്നു. എന്തോ ആ സ്കൂളിൻ്റെ ഉള്ളിലേക്കാണ്ട് കയറിപ്പോയപ്പോൾ ഉണ്ടായ അനുഭവം എന്താണെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. 1ാം ക്ലാസ് മുതൽക്ക് 7ാം ക്ലാസ് വരെ പഠിച്ച മാഷും പോന്നിന്ന് ഞങ്ങൾ 2 കൂടിയാണ് പോയത്. അപ്പം അത് വല്ലാത്തൊരു അനുഭവമാണ്. ആ അനുഭവങ്ങൾ എന്നും നമ്മുടെ മനസ്സിലുണ്ടാവണം. ഞാൻ പഠിച്ചതല്ലെങ്കിൽ സ്കൂളിൻ്റെ അതിൽ പോകുമ്പോൾ, ഇതിൻ്റെ മുമ്പ് കൂടെ പോകുമ്പോൾ എന്തായാലും ഇങ്ങോട്ട് നോക്കും സ്വാഭാവികമായിട്ടും. കാരണം നമ്മുടെ ചോറായിരുന്നു. പിന്നെ ഇവിടുത്തെ സൗഹൃദങ്ങൾ ഒരുപാട് പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ, എല്ലാവരും പ്രിയപ്പെട്ടവരാണ്. ഇപ്പം ഇവിടെ ഇരിക്കുന്ന പലരെയും മുഖം യാതൊരു പരിചയവും തോന്നണില്ല. അത് വിഷമമുണ്ട്. ആ കാര്യത്തിൽ ഭയങ്കര വിഷമമുണ്ട്. പിന്നെ ഞങ്ങൾക്ക് പ്രായമാവുകയാണ്. ഓർമ്മയൊന്നും അത്ര പഴയ പോലെ ഉണ്ടാവില്ല. സുൽഫിയെ ഒരിക്കലും മറക്കില്ല. അതുപോലെ ജിഷാറിനെ മറക്കില്ല. ജലീലിനെ ഓർമ്മയുണ്ട്. ജലീലിൻ്റെ മുമ്പിലിരിക്കുന്ന ആളുടെ പേര് എനിക്ക് ഓർമ്മയില്ല. പക്ഷേ ആ കണ്ണട വെച്ച ആളെ നല്ല പരിചയമുണ്ട്. അതുപോലെ പെൺകുട്ടികളെ അതെ. പിന്നെ എല്ലാവർക്കും പല മാറ്റങ്ങളും വന്നുവല്ലോ. അപ്പോൾ ക്ഷമിക്കുക, കണ്ടിട്ട് മനസ്സിലായിട്ടില്ലെങ്കിൽ എവിടെയെങ്കിലും വെച്ച് കാണുമ്പോൾ നിങ്ങൾ സൗഹൃദം ഒന്ന് പുതുക്കാൻ ശ്രമിക്കുക. അത്രയും കാര്യങ്ങൾ ഈ കൂട്ടായ്മ എന്നെന്നും കൂടുതൽ ശക്തിയോടുകൂടി മുന്നോട്ട് പോകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. അടുത്തതായി സരസ്വതി ടീച്ചർ. വേദിയിലിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളെ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. കുട്ടികളെ എന്ന് പറയാൻ കാരണം 30 വർഷമൊക്കെ കഴിഞ്ഞു. നിങ്ങളുടെ പ്രായമൊക്കെ ഏകദേശം നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ ഞങ്ങൾക്ക് നിങ്ങൾ എന്നും കുട്ടികളാണ്. നിങ്ങളിപ്പോൾ യുവതീ-യുവാക്കന്മാരാണ്. പക്ഷെ ഞങ്ങൾക്കല്ല. ഞങ്ങൾക്ക് നിങ്ങൾ എന്നും കുട്ടികളായിട്ട് തന്നെയാണ്.
ആ അർത്ഥത്തിലാണ് ഞാൻ ഇപ്പോഴും പറയുന്നത്. എനിക്ക് എൻ്റെ ക്ലാസ്, എൻ്റെ കുട്ടികൾ, അതൊക്കെ തന്നെയാണ് എൻ്റെ മനസ്സിൽ. നിങ്ങൾ ഇവിടെ വരുന്ന സമയത്ത് നിങ്ങൾ എങ്ങനെയായോ വിദ്യാർത്ഥിയായിട്ട് ഇവിടെ തോന്നുന്നുണ്ടോ അതേപോലെ തന്നെയാണ് എൻ്റെ മനസ്സും. ഞാൻ ഇതിൽ കൂടെ ക്ലാസ് എടുക്കാൻ പോകുന്നതും നമ്മളും കൂടെ താഴെയാണ്, നമ്മുടെ പ്രായത്തിൽ കുറയാണ്. സാധാരണ നമ്മൾ വീട്ടിലൊക്കെ ഇരിക്കുമ്പോൾ നമുക്ക് തോന്നും നമ്മൾ ഇത്ര പ്രായമായില്ലേ തോന്നും. പക്ഷെ നമ്മുടെ മേലാറ്റൂർ ഹൈസ്കൂളിലേക്ക് കയറി വരുമ്പോൾ നമുക്ക് തോന്നുകയാണ് നമുക്ക് എന്തെന്നില്ലാത്തൊരു പോസിറ്റീവ് എനർജി, എന്തെന്നില്ലാത്തൊരു ഊർജം നമുക്ക് തന്നെ കിട്ടുകയാണ്. ആ കിട്ടുന്നതിൽ ഞാനിപ്പോൾ ഇവിടെ ഇരുന്ന് ആലോചിച്ചത് ഓരോ ക്ലാസ്സിലും പോയിരുന്നത് ഓർക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ഞാൻ 10B ക്ലാസ്സിനെ ഓർക്കുകയാണ്. അതായത് സുൽഫിയൊക്കെ പഠിച്ചിരുന്ന ക്ലാസ്. അവൻ എൻ്റെ ക്ലാസ്സിലായിരുന്നു. അവൻ എന്നെ വിളിച്ചപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു മിക്കവാറും ഞാൻ വരില്ല, കാരണം എനിക്ക് ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. ഇന്ന് രാവിലെ വിളിച്ചപ്പോഴും ഞാൻ പറഞ്ഞു എനിക്ക് പ്രശ്നമുണ്ട് സുൽഫി, വരാൻ ബുദ്ധിമുട്ട്. പിന്നെ എന്തോ എൻ്റെ മനസ്സിൽ അവൻ്റെ വിളി കാരണം അവൻ അത്രയും എന്നെ വിളിച്ചു. അപ്പം അത് കാരണം ഞാൻ ശരി എന്ന് പറഞ്ഞു പോരുകയാണ് ചെയ്തത്. അതുകൊണ്ട് ഈ സംഘാടകരെ ഞാൻ ആദ്യം തന്നെ എല്ലാവരെയും അഭിനന്ദിക്കുകയാണ് ചെയ്യുന്നത്. എല്ലാവർക്കും എൻ്റെ അഭിനന്ദനം. കാരണം നിങ്ങൾ ഇങ്ങനെ ഒരു കൂട്ടായ്മ ഉണ്ടാക്കുന്നത് വളരെയധികം നല്ലൊരു കാര്യമാണ്. ഇതേപോലെ ഞങ്ങൾക്കുണ്ട് ഇപ്പോൾ കൂട്ടായ്മകൾ. കോളേജിൽ പഠിച്ചവരുണ്ട്, SLC പഠിച്ചതുകൊണ്ട്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ എൻ്റെ സ്കൂളിൽ, ഞാൻ ഹൈസ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞത് 1946 തുടങ്ങിയ ഒരു സ്കൂളിലാണ്. അന്ന് നിങ്ങളും ജനിച്ചിട്ടില്ല, ഞാനും ജനിച്ചിട്ടില്ല. പക്ഷെ അവിടെയാണ് എൻ്റെ വിദ്യാഭ്യാസം ഉണ്ടായത്. അവിടെ ഞാൻ ഇത്തവണ OS ഓൾഡ് സ്റ്റുഡൻസ് അസോസിയേഷൻ എന്ന് പറഞ്ഞിട്ടൊരു സംഭവം നടന്നു. പറയാതിരിക്കാൻ പറ്റില്ല നമുക്ക്. ആ സംഭവത്തിൽ നമ്മൾ വാട്സപ്പ് മുഖേനയാണ് കിട്ടുന്ന നമ്പേഴ്സൊക്കെ ഉപയോഗിച്ചിട്ട് ഓരോരുത്തരെ വിളിച്ചു. ചെന്ന് നോക്കുമ്പോണ്ടല്ലോ അവിടെ ഒരു മഹാസമുദ്രം തന്നെ. 1946 പഠിച്ച ഒരു കുട്ടി ഉണ്ടായിരുന്നു അവിടെ. ഒരു കുട്ടി 1946 പഠിച്ചത്, സ്കൂള് തുടങ്ങിയ ഉടനെ പഠിച്ചത്, വയസ്സ് 92. ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ ആ സ്ഥിതിയൊന്ന്. അപ്പം ഞങ്ങൾക്ക് സന്തോഷം തോന്നി. ആ അമ്മയുടെ മുമ്പിൽ ഞങ്ങൾ കുട്ടികളായിട്ട് തോന്നി. കാരണം ഇത്രയും പ്രായമുള്ള ഒരാൾ, അത് അവർ വന്നിരിക്കുന്ന എവിടെന്ന് വെച്ചാൽ തൃശ്ശൂരിൽ നിന്നാണ് വന്നിരിക്കുന്നത്. അത് നല്ല ഐശ്വര്യമുള്ളൊരു സ്ത്രീ. അപ്പോൾ അവരാണ് ഞങ്ങളുടെ ഉദ്ഘാടകനായിട്ട് ഇരുന്നത്. ഞങ്ങൾക്ക് വളരെ സന്തോഷം തോന്നി. വളരെ നന്നായി പ്രസംഗിച്ചു. പാട്ട് പഠിച്ചിട്ടില്ല, പക്ഷേ ഞങ്ങളെല്ലാവരും കൂടി പാട്ട് പാടാൻ അറിയാമെന്ന് പറഞ്ഞു. ഞങ്ങളെല്ലാവരും കൂടി അവരോടൊരു പാട്ട് പാടാൻ പറഞ്ഞു. എന്തിനു പറയണം, നമ്മൾ അത്ഭുതപ്പെടും. ഞങ്ങൾക്ക് ഭയങ്കര അത്ഭുതം തോന്നി. കാരണം എന്താ വെച്ചാൽ അവർ വളരെയധികം സ്ഫുടതയോടുകൂടി അന്നത്തെ ഒരു മലയാളം ടീച്ചർ പഠിപ്പിച്ച പ്രാർത്ഥന, യാതൊരു പ്രശ്നവുമില്ല. ഇത് പിടിക്കുന്നതിനോ മയക്ക് പിടിക്കുന്നതിനോ അല്ലെങ്കിൽ പറയുന്നതിലോ ഒന്നും യാതൊരു പ്രശ്നം. വളരെ സ്ഫുടതയോടുകൂടി അവർ ആ പ്രാർത്ഥന ചൊല്ലി. ഞങ്ങൾക്ക് അത്ഭുതം തോന്നി. ഞങ്ങളെല്ലാവരും കൂടി ഓരോരുത്തരും നീയോ ഞാനോ എന്നുള്ള മട്ടിൽ ഓരോരുത്തരും അവരുടെ മുന്നിൽ ചെന്ന് ഓരോ ഫോട്ടോ എടുത്തു. അതെങ്കിലും ഒന്ന് സൂക്ഷിച്ചു വെക്കാമല്ലോ. അങ്ങനെ എല്ലാവരോടും നന്ദി പറഞ്ഞ ആ സ്ത്രീ പോയി. അപ്പോൾ ആ സ്ത്രീക്ക് ഭയങ്കര ഇഷ്ടമായി. കാരണം ആ സ്ത്രീ പറഞ്ഞു ഇങ്ങനത്തെ ഒരു കൂട്ടായ്മ എപ്പോഴും നല്ലതാണ്. അതുകൊണ്ട് എനിക്ക് നിങ്ങളോടും പറയാനുള്ളത്, നിങ്ങൾ നടത്തുന്ന ഈ കൂട്ടായ്മ വളരെ നല്ലതാണ്. പിന്നെ സുൽഫി, ഞാൻ പറയണു ആള് പാവാണ്, പക്ഷേ കുറച്ചൊക്കെ തരികിട കണ്ടെന്ന് മാത്രം. പക്ഷെ ആ തരികിട എല്ലാം ഉണ്ടെങ്കിൽ കൂടിയും അവൻ എല്ലാവർക്കും എല്ലാവിധ കാര്യങ്ങളും നന്നായി ചെയ്യുന്നൊരു വ്യക്തിയാണ്. എനിക്കറിയാം അവൻ എങ്ങനെയാണ് എന്നുള്ളത്. അവൻ്റെ എല്ലാ കാര്യങ്ങളും എനിക്ക് നന്നായി അറിയാം. അതുകൊണ്ടാണ് ഈ പറയുന്നത്. പിന്നെ എനിക്ക് വേറൊരു കാര്യം കൂടി പറയാനുണ്ട്. നിങ്ങൾ 30 വർഷത്തിൻ്റെ കൂട്ടായ്മ പറഞ്ഞപ്പോൾ ഇവിടെ അല്ലേ, ഞാൻ എന്നെ 50 വർഷം മുമ്പ് പഠിപ്പിച്ച എൻ്റെ കെമിസ്ട്രി അധ്യാപകനെ, എന്നെ കെമിസ്ട്രി അധ്യാപികയാക്കിയ ആ സാറിനെ ഞാനൊന്ന് കണ്ടു. സാറ് എന്നെ കണ്ടപ്പോൾ എന്നെ കെട്ടിപ്പിടിച്ചു. എനിക്ക് മറക്കാൻ പറ്റില്ലത്. എന്നെ കെട്ടിപ്പിടിച്ച് സന്തോഷിച്ചിട്ട് പറഞ്ഞു, അയ്യോ എനിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പോഴേക്കും ഭാര്യ പറഞ്ഞു, ഇന്നേ വരെ ചോറും ഉണ്ടില്ല ഒന്നും ഉണ്ടില്ല അങ്ങനെ ഇരിക്കണ ആളാണ്. ആ ആളെ എന്നെ പിടിച്ചു കൊണ്ടുപോയിട്ട് സാറ് പറഞ്ഞു നമുക്ക് രണ്ടാക്കും കൂടി ഇവിടെ ഇരുന്ന് ഊണയിക്കാന്ന് പറഞ്ഞിട്ട് സാറിൻ്റെ വീട്ടിലിരുത്തി എന്നെ ഊണയിപ്പിച്ചു. ഒന്ന് ആലോചിച്ച് നോക്കും, 50 വർഷം മുമ്പ് എന്നെ കെമിസ്ട്രി പഠിപ്പിച്ച ആളാണ്.
അപ്പോൾ നമ്മൾ ഈ കൂട്ടായ്മയ്ക്ക് അത്ര തന്നെ പ്രാധാന്യം നൽകണം. അതേപോലെ ഇന്ന് ഒട്ടുമില്ലാത്തതാണ് നമ്മൾ എന്താണ് സ്നേഹം എന്ന് പറയുന്നത്. നമ്മൾ സ്നേഹത്തിൽ കുടുംബത്തിലും അതെ, നമുക്ക് കുട്ടികൾ തമ്മിൽ എന്തെങ്കിലും ഇതാവും എന്ന് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും എന്തില്ല എന്ന് സ്നേഹം കാട്ടുന്നില്ല. നമ്മളിന്ന് കാണുന്ന ഇന്നത്തെ ലോകത്തിൽ നമ്മൾ കാണുന്നത് വേണ്ടാത്ത അനീതികളാണ് മുഴുവനാണ് കാണുന്നത്. ഇത് കണ്ട് കണ്ട് നമുക്ക് മടുത്തു. ഇപ്പം നമുക്ക് പേടി നമ്മളെക്കുറിച്ചല്ല, നമ്മുടെ ഭാവി തലമുറ, അതായത് നമ്മുടെ കുട്ടികൾ. നിങ്ങളുടെയൊക്കെ കുട്ടികൾ ചെറിയ കുട്ടികളാവും. ഞങ്ങളുടെ കുട്ടികൾ എന്തായിരിക്കും ഇവരുടെ സ്ഥിതി, ഇവർക്ക് എങ്ങനെ നല്ലൊരു ഭാവി കിട്ടണേ എന്ന് മാത്രമേ നമുക്ക് വിചാരമുള്ളൂ. ആ വിചാരം നിങ്ങൾക്ക് കിട്ടുന്ന വിധം നിങ്ങളുടെ മക്കളോട് പറഞ്ഞു കൊടുക്കുക. ആ നല്ല ഉപദേശങ്ങൾ നിങ്ങൾ പറഞ്ഞു കൊടുത്താലേ അവര് മനസ്സിലാക്കും എന്താണ് നന്മ, എന്താണ് തിന്മ എന്ന്. ആ നന്മയിൽ കൂടെ മാത്രം പോകാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ നമുക്ക് നന്മ ചെയ്യുമ്പോൾ ചില സന്ദർഭങ്ങളിൽ തിന്മയും വേണ്ടി വരും. കാരണം എന്നാലേ നമുക്ക് നിലനിൽപ്പുണ്ടാവുള്ളൂ. പക്ഷെ നന്മയാണ് നമുക്ക് ഏറ്റവും ഗുണം ചെയ്യുന്നത്. അതാണ് നമ്മളെ ദൈവം എല്ലായ്പ്പോഴും കാത്തുരക്ഷിക്കാനുള്ളൊരു വഴി. തിന്മ ചെയ്തേ കൊണ്ട് ഒന്നും കിട്ടില്ല. ഇന്നത്തെ ഈ എന്താ പറയുന്നത്, സാധാരണമായിട്ടുള്ള ഈ ഇതിന് വേണ്ടിയിട്ട്, സുഖങ്ങൾക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പൈസകൾക്ക് വേണ്ടിയിട്ട്, ഇതിനു വേണ്ടിയിട്ട് ആൾക്കാർ ഓരോന്ന് ചെയ്യുന്നു. പക്ഷെ അതല്ല നമുക്ക് ശാശ്വതമായ ഒന്നാണ് വേണ്ടത്. ആ ശാശ്വതമായ ഒന്ന് നിലനിൽക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളെല്ലാവരും എല്ലാവിധത്തിലും, ഇപ്പം ഈ പിഞ്ചു കുഞ്ഞിനെ നോക്കൂ, അതിന് ഒന്നും അറിയില്ല. അത് എന്താ അറിയാം. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ നോക്കൂ, നമുക്കിപ്പോൾ എല്ലാം അറിയാം, എനിക്കെല്ലാം അറിയാം. പക്ഷെ എന്താ വെച്ചാൽ നമുക്ക് ഒന്നും നിവൃത്തിയില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പം നമുക്കൊരു എല്ലാവരുടെയും ഒരു പ്രാർത്ഥന, നമ്മുടെ കുട്ടികൾക്കെങ്കിലും നന്നായി വരണേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പം നിങ്ങളുടെ ഈ കൂട്ടായ്മ ഏതായാലും എന്നെ ഓർമ്മിച്ച് വിളിച്ചതിൽ വളരെയധികം നന്ദി ഞാൻ രേഖപ്പെടുത്തുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ ചെറിയ പ്രസംഗം. അടുത്തതായി മജീദ് മാഷ്. വേദിയിലിരിക്കുന്ന എൻ്റെ ഹെഡ് മാസ്റ്റർമാർ, സഹപ്രവർത്തകർ, എൻ്റെ മുമ്പിലിരിക്കുന്ന കൂട്ടുകാരെ, അവസാനമായി ഞാൻ കുറച്ച് വൈകി എത്തിയതുകൊണ്ട് അവസാനമായി സംസാരിക്കുന്ന അവസരം കിട്ടി. ഈ കൂട്ടായ്മയ്ക്ക് നിങ്ങൾ എന്നെ ക്ഷണിച്ചതിനും അതിൽ പങ്കെടുക്കാൻ എനിക്ക് സാധിച്ചതിനും ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങളെ ക്ഷണിച്ചതിന് നന്ദി പ്രകാശിപ്പിക്കുകയും ചെയ്തു. സമയം വൈകിയതുകൊണ്ട് ഇവിടെ ആവർത്തനം ആഗ്രഹിക്കുന്നില്ല. ഈ പലരും സൂചിപ്പിച്ചതുപോലെ ഈ എൻ്റെ മുമ്പിലിരിക്കുന്ന കുട്ടികൾ അല്ല, കൂട്ടുകാർ, അവരെ എൻ്റെ പഴയ രൂപമല്ല. നിങ്ങൾ സ്കൂളിൽ ഞാൻ ഉണ്ടായിരുന്ന കാലത്ത് അധ്യാപകനായിരിക്കുമ്പോൾ കഴിഞ്ഞ ദിവസം സെൽഫി വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, മാഷെ വീട്ടിൽ വന്ന് ക്ഷണിക്കണം, ഇപ്പോഴും ആ ഗൗരവമുണ്ടോ എന്ത് ചോദിച്ചിട്ടുണ്ട്. എന്ത് ഗൗരവം എന്ന് തിരിച്ചു ചോദിച്ചാണ്. ഞാൻ ഗൗരവത്തിലായിരുന്നു, ആ കാലത്ത് അങ്ങനെ ആയിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് അത് അറിയില്ല. ഞങ്ങൾ ആ കാലഘട്ടം കഴിഞ്ഞു പോയി. ഇവിടെ 1973 മുതൽക്കുള്ള എൻ്റെ ഈ സ്കൂളുമായുള്ള ബന്ധം ശങ്കരൻകുട്ടി വാര്യർ ഒഴികെയുള്ള ബാക്കിയുള്ള എല്ലാ ഹെഡ് മാസ്റ്റർമാരുടെ കൂടെയും ഇവിടെ ഇരിക്കുന്ന എല്ലാ ഹെഡ് മാസ്റ്ററുടെ കൂടെയും ഞാൻ അവരുടെ കീഴിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. ഏറ്റവും സീനിയറായിട്ടുള്ളത് മേനോ മാസ്റ്ററും LC ടീച്ചർ. ബാക്കിയുള്ളവരെല്ലാം എൻ്റെ കൂടെയുള്ളവരോ അല്ലെങ്കിൽ എനിക്ക് താഴെയുള്ളവരോ ആണ്. അപ്പോൾ ഈ കൂട്ടായ്മയിൽ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. നിങ്ങൾ പങ്കെടുപ്പിച്ചതിനും ക്ഷണിച്ചതിനും എന്നെ സ്മരിച്ചതിനും ഇത് എല്ലാവർക്കും നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ഈ ചടങ്ങിന് എല്ലാവിധ ആശംസകളും നേരുന്നു. അടുത്തതായി അംസമാഷ്. വേദിയിലിരിക്കുന്ന സഹപ്രവർത്തകരായിരുന്ന അധ്യാപകരെ, 93, 94 വിദ്യാർത്ഥികളെ, സമയം ഒരുപാടായി, അതുകൊണ്ട് ഞാൻ ഒരു വാക്കിൽ ചുരുക്കി നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു.
അടുത്തതായി നമ്മുടെ സഹപാഠിയായിട്ടുള്ള ഫൈസല് 2 വാക്ക് സംസാരിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അദ്ദേഹത്തെ ക്ഷണിച്ചുകൊള്ളുകയാണ്. ബഹുമാനപ്പെട്ട വേദിയിലിരിക്കുന്ന അധ്യാപകരെ, പ്രിയപ്പെട്ട സഹപാഠികളെ, ഞാൻ 1994 ബാച്ചിൽ സരസ്വതി ടീച്ചറുടെ ക്ലാസ്സിലെ സ്റ്റുഡൻ്റ് ആയിരുന്നു. ഇപ്പോൾ ഞാൻ കേരള ഗവൺമെൻറ്റിൻ്റെ ഡെപ്യൂട്ടി സെക്രട്ടറി ആയിട്ട് വർക്ക് ചെയ്യുകയാണ്. സാധാരണഗതിയിൽ നമ്മുടെ ഈ കൗമാരത്തിൽ നമ്മുടെ സ്വഭാവങ്ങളൊക്കെ രൂപപ്പെടുത്തുന്നതിൽ വളരെയധികം സ്വാധീനം ചെലുത്തുന്ന ഒരു കാലഘട്ടമാണ് നമ്മുടെ ഹൈസ്കൂൾ കാലഘട്ടം. കോൺഗ്രസിൻ്റെ നേതാവായിരുന്ന നട്വർ സിംഗും മറ്റൊരു നേതാവ് മണിശങ്കർ അയ്യരും, അവർ രണ്ടുപേരും ഡൽഹിയിലെ സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിൽ സ്റ്റുഡൻസ് ആയിരുന്നു, വിദ്യാർത്ഥികളായിരുന്നു. രണ്ടുപേരും പിന്നീട് ഇന്ത്യൻ ഫോറിൻ സർവീസ് ഉദ്യോഗസ്ഥരായി, പിന്നീട് രാജിവെച്ച് രാഷ്ട്രീയത്തിൽ വന്ന് മന്ത്രിമാരായി. ഒരിക്കൽ അവർ രണ്ടുപേരും ഒരു പരിപാടിയിൽ സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിൽ പങ്കെടുത്തപ്പോൾ അവരുടെ വിസിറ്റിംഗ് ബുക്കിൽ നട്വർ സിംഗ് എഴുതി വെച്ചു, വാട്ട് ഐ ആം ടുഡേ ഈസ് ഡ്യൂ ടു ദിസ് കോളേജ് എന്ന്. ഞാൻ ഇന്ന് എന്താണോ അത് ഈ കോളേജ് കാരണമാണ് എന്നാണ് നട്വർ സിംഗ് എഴുതി വെച്ചത്. അപ്പോൾ അതിൻ്റെ അടിയിൽ മണിശങ്കർ അയ്യർ എഴുതി വെച്ചു, സർ ഡോണ്ട് ബ്ലെയിം ദ കോളേജ്, നിങ്ങൾ ഇതിനാണ് കോളേജിനെ കുറ്റം പറയുന്നത് സർ എന്നാണ് അടിയിൽ എഴുതി വെച്ചത്. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന നമ്മുടെ അധ്യാപകരുടെ നിങ്ങൾ കാരണമാണ് ഞങ്ങൾ ഇങ്ങനെ ആയതെന്ന് പറഞ്ഞാൽ നിങ്ങൾ മോശമായി പോയതിന് ഞങ്ങൾ ഉത്തരവാദിയല്ല എന്ന് അവർ മനസ്സിൽ പറയുന്നുണ്ട്. അപ്പം നമ്മുടെ ഈ കാലഘട്ടത്തിൽ നമ്മുടെ അധ്യാപകർ ആണ് നമ്മുടെ പല പേഴ്സണാലിറ്റി ട്രേഡ്സിനെയൊക്കെ രൂപപ്പെടുത്തുന്നത്. ഞാൻ ഓർക്കുന്നത് നമ്മുടെ അധ്യാപകരിൽ ഞാൻ ആദ്യമായിട്ട് പരിചയപ്പെട്ടത് ക്ലമൻ മാഷയാണ്. ക്ലമൻ മാഷ അധ്യാപകൻ എന്നുള്ള നിലയിലല്ല ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. അദ്ദേഹം അന്ന് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആയിരുന്നു 1989-90 കാലത്ത്. അന്ന് അദ്ദേഹം നടത്തിയ പല പ്രസംഗങ്ങളും പ്രസംഗിക്കാൻ വരുമ്പോൾ ഒരിക്കൽ ജോർജ് മാഷ് തന്നെ അദ്ദേഹത്തിന് പരിചയപ്പെടുത്തി കൊടുക്കുകയുണ്ടായി. അന്ന് ഞാൻ UP സ്കൂളിലായിരുന്നു. പിന്നീട് ക്ലമൻ മാഷ് ഹൈസ്കൂളിൽ 10B ഞങ്ങൾക്ക് സോഷ്യൽ സയൻസ് പഠിപ്പിച്ചു. അതുപോലെ അന്ന് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട വിഷയങ്ങൾ മലയാളവും സോഷ്യൽ സയൻസും ആയിരുന്നു. ആ 2 വിഷയങ്ങൾക്കും അന്നത്തെ SLC ബാച്ചിൽ ടോപ്പ് സ്കോറർ ആവാനും എനിക്ക് കഴിഞ്ഞു. ഏറ്റവും മോശപ്പെട്ട 2 വിഷയങ്ങളായിരുന്നു ഇംഗ്ലീഷും കണക്കുമായിരുന്നു. വിജയശങ്കര മാഷ് 8ൽ പഠിപ്പിച്ചിരുന്നു മാത്തമാറ്റിക്സ്. അദ്ദേഹം അന്ന് ഭയങ്കരമായൊരു പേടി സ്വപ്നമായിരുന്നു, കാരണം അദ്ദേഹത്തിനോടുള്ള പേടിയല്ല മാത്തമാറ്റിക്സിനോട്. പക്ഷേ ഇംഗ്ലീഷിൽ പിന്നെ എനിക്ക് കുറച്ചൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ സാധിച്ചു. ഞാനിപ്പം ഇംഗ്ലീഷിൽ ദ ഹിന്ദു, ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് പോലെയുള്ള പത്രങ്ങളിലൊക്കെ എഡിറ്റ് പേജിൽ എഴുതാറുണ്ട്. അപ്പോൾ നമ്മുടെ ഈ കാലഘട്ടത്തിൽ പിന്നെ നമ്മുടെ ഈ നമ്മുടെ സഹപാഠികൾ അവർ നമുക്കറിയാം, നമ്മുടെ ഏറ്റവും താഴ്ന്ന ക്ലാസ്സിൽ പഠിച്ച സഹപാഠികളോടുണ്ടാകുന്ന ഹൃദയബന്ധം പിന്നീട് യൂണിവേഴ്സിറ്റിയിലോ മറ്റോ പഠിക്കുമ്പോൾ ഉണ്ടാകുന്ന സഹപാഠികളോടുണ്ടാവാറില്ല. കൃഷ്ണൻ നമുക്കറിയാം, ശ്രീകൃഷ്ണൻ കുചേലനെ കാണുമ്പോൾ അദ്ദേഹം ശ്രീകൃഷ്ണൻ രാജാവും മറ്റേയാൾ ദരിദ്രനുമായിട്ട് പോലും അവരാദ്യം വളരെ സ്നേഹത്തോടെ സംസാരിക്കുകയും കുചേലൻ കൊണ്ടുവന്ന വിനീതമായ സമ്മാനം സ്വീകരിച്ചുകൊണ്ട് ഉണ്ണായി വാര്യരുടെ ഇതിൽ പറയുന്നുണ്ടല്ലോ, കുചാലു വൃത്തം വഞ്ചിപ്പാട്ടിൽ പറയുന്ന പോലെ വിശേഷങ്ങൾ ഇനിയും പറഞ്ഞു കൊള്ളാം ബന്ധം വിന വിഷക്കുന്നു നമുക്കതു സഹിച്ചുകൂടാ എന്ന് പറഞ്ഞ് അദ്ദേഹം കൊണ്ടുവന്ന അവിൽപ്പുതി അയച്ചു കഴിക്കുന്ന ആ സൗഹൃദ ബന്ധം, അത് അവരുടെ ഏറ്റവും ചെറുപ്പത്തിലുള്ള സൗഹൃദ ബന്ധങ്ങൾ ഏറ്റവും ദൃഢവും ആഴമേറിയതുമായിരിക്കുമെന്നുള്ളതിൻ്റെ തെളിവാണ്. നമ്മൾക്ക് ഇനിയും കണ്ടുമുട്ടാൻ കഴിയട്ടെ. നമ്മുടെ അധ്യാപകർക്കൊക്കെ ദീർഘായുസ്സും നല്ല ആരോഗ്യമൊക്കെ ലഭിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി ഈ ചടങ്ങിന് നന്ദി പ്രകാശിപ്പിക്കുന്നതിന് വേണ്ടി നമ്മുടെ പ്രസാദിനെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ബഹുമാനപ്പെട്ട നമ്മുടെ ഈ 30ാം സൗഹൃദ സംഗമത്തിൻ്റെ അധ്യക്ഷൻ സുൽഫി, അതുപോലെ സ്വാഗതം ആശംസിച്ച നമ്മുടെ പ്രിയ കൂട്ടുകാരി സുധ, അഭിവന്ദ്യരായ ഗുരുക്കന്മാരെ, സഹപാഠികളെ, സുഹൃത്തുക്കളെ, നമ്മളെ 30ാം വാർഷിക സൗഹൃദ സംഗമത്തിലാണ് നമ്മളെല്ലാവരും സംബന്ധിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ സന്തോഷം നൽകുന്ന ഒരു നിമിഷമായിരുന്നു നമുക്ക് ഏവർക്കും കടന്നുപോയത്. നിരവധി കൂട്ടുകാരെ പ്രവാസ ലോകത്ത് നിന്നുകൊണ്ട് നമ്മൾ ഈ പരിപാടി വളരെ ശ്രദ്ധയോടുകൂടി വീക്ഷിക്കുന്നതിന് വേണ്ടി അവരൊക്കെ നമ്മുടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ
അവരൊക്കെ നമ്മുടെ ഈ പരിപാടിക്ക് അകമഴിഞ്ഞ സഹായങ്ങളും അതുപോലെ സഹകരണം നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഈ മൊമെൻറ്റോസും അതുപോലെ വേദിയിലുള്ള ബാനറൊക്കെ നൽകി നമ്മുടെ നൗഷാദ് നമ്മുടെ കൂടെയുണ്ട്. അതുപോലെ തന്നെ ഈ സ്കൂളിന് നിരന്തരം ബന്ധപ്പെടാൻ നമ്മുടെ സുജിയും അതുപോലെ ഈ സ്കൂളിലെ അധ്യാപകനുമായിട്ടുള്ള ജയേഷ് മാഷ് ഇവിടെ ഉണ്ട്. ഏവർക്കും അതുപോലെ തന്നെ നമ്മുടെ ഈ ചടങ്ങിന് നമ്മുടെ പ്രത്യേക ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന നമ്മുടെ പ്രിയപ്പെട്ട അധ്യാപകർ, ഒരുപാട് തിരക്കുകളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് അവർ നമ്മുടെ കൂടെ ഒരു ദിവസം ചെലവഴിക്കുന്നതിന് വേണ്ടി എത്തിപ്പെട്ടതാണ്. അവരെ ഒറ്റവാക്കിൽ അവരുള്ള നന്ദി കടപ്പാടും അറിയിക്കുന്നു. അതുപോലെ തന്നെ ഈ സൗഹൃദവും അതുപോലെ ഈ കൂട്ടായ്മയും സൗഹൃദവും എന്നും നിലനിൽക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ നന്ദിയും, അതുപോലെ തന്നെ ഈ പരിപാടി വളരെ ശ്രദ്ധയോടുകൂടി കവർ ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ ബാബോട്ടൻ, അദ്ദേഹത്തിനുള്ള നന്ദിയും കടപ്പാടും ഈ യോഗത്തിൽ അറിയിച്ചുകൊണ്ട് ഈ സെഷൻ ഇവിടെ അവസാനിച്ചായിട്ട് അറിയിക്കുന്നു.